ജയ ശ്രീ രാധേ കൃഷ്ണ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഗോവിന്ദത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ലളിതാ സഹസ്രനാമത്തിലെ 8 ശക്തികളെക്കുറിച്ചും അതിൻ്റെ ഘടനകളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ പറയുന്നത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ജപവിധാനത്തെക്കുറിച്ചാണ്. ഞാനിതിൽ വളരെ ചുരുക്കിയാണ് പറയുന്നത്. ലളിതാ സഹസ്രനാമം മാത്രമല്ല, എല്ലാ ജപങ്ങൾക്കും 3 രീതിയിലാണ് നമ്മൾ ജപിക്കുക. എല്ലാ ജപങ്ങളും അതിൽ ഒന്നാമതെന്ന് പറയുന്നത് വാചികമാണ്. വാചികം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ഉച്ചത്തിൽ ജപിക്കുന്നതിനെയാണ് വാചികം എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തൊക്കെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും നമ്മളത് വളരെ ഉച്ചത്തിൽ തന്നെ ജപിക്കുമല്ലോ, അങ്ങനെ അവർക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ജപത്തിനെയാണ് വാചികം എന്ന് പറയുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഉപാംശു എന്ന് പറയും. ഉപാംശു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റില്ല, എന്നാൽ നമ്മൾ ശബ്ദം താഴ്ത്തി ജപിക്കുന്നു. നമ്മുടെ ചുണ്ടുകളൊക്കെ ചലിക്കുന്നുണ്ടാവും, പക്ഷെ അത് ആർക്കും കേൾക്കാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ജപിക്കുന്നതിനാണ് ഉപാംശു എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ജപമാണ് മാനസികം എന്ന് പറയുന്നത്. അതായത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ജപിക്കാം. സാധാരണ നമ്മുടെ വീട്ടിലുള്ള പൂജാമുറിയിൽ ഇരുന്നായിരിക്കുമല്ലോ ജപിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ദിവസം നമ്മൾ വീട്ടിലില്ല, ആ സമയത്ത് എന്നും ജപിക്കുന്ന സമയത്ത് വീട്ടിലില്ല എന്ന് കരുതുക. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ഒരു ബസ്സിൽ വല്ലതും യാത്ര ചെയ്യുകയാണെന്ന് കരുതിക്കോളൂ. ആ സമയത്ത് നമ്മൾക്ക് ആ കൃത്യമായ സമയത്ത് നമ്മൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ എന്നും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒരു ദിവസം ചെയ്യാതെ വരുമ്പോൾ, സത്യമല്ലേ, നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കൊരു ദിവസം മുടങ്ങേണ്ടി വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് അതല്ല നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് നമുക്ക് ജപിക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട. ബസ്സിൽ യാത്ര ചെയ്താലും നമുക്ക് വളരെ സ്വസ്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ വളരെ നിശബ്ദമായി നമുക്ക് ജപിക്കാം. അതിനെയാണ് മാനസിക ജപം എന്ന് പറയുന്നത്. ചുണ്ടുകൾ അനക്കാതെ ജപിച്ചോളൂ. കാരണം ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചുണ്ടനക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അടുത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തീർച്ചയായിട്ടും തോന്നാം നമുക്ക് വല്ല ഭ്രാന്തുവായോന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരുത്തണ്ട. മനസ്സിൽ തന്നെ ശബ്ദമില്ലാതെ ചുണ്ട് ചലിപ്പിക്കാതെ മനസ്സിൽ ജപിക്കാമല്ലോ. അങ്ങനെ ജപിക്കുന്നതിനാണ് മാനസിക ജപമെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളത് ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് തടസ്സങ്ങളുണ്ടാകും. അവർ സംസാരിക്കുകയോ വല്ലതും ചെയ്താൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപരിചിതരോ നമ്മളോട് പരിചയമില്ലാത്ത ആൾക്കാരെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് ജപിക്കുന്നതിനിടയിൽ തടസ്സങ്ങളൊന്നും വരില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ജപിക്കുന്ന ജപത്തിനാണ് മാനസിക ജപമെന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ ജപവിധാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പം എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് ജപിക്കാം. പക്ഷേ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുന്നേ ഒരു 9 തവണ ഗായത്രി മന്ത്രം എപ്പോഴും ചൊല്ലുന്നത് നല്ലതാണ് കേട്ടോ. ഗായത്രി മന്ത്രം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ ഇവിടെ അതൊന്ന് ചൊല്ലാം. ഓം ഭൂർഭുവസ്വഃ തൽസവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഗായത്രി മന്ത്രം. ഈ ഗായത്രി മന്ത്രം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുൻപേ 9 തവണ ജപിക്കുക. അതിനുശേഷം ലളിതാ സഹസ്രനാമം ചൊല്ലി അവസാനവും 9 തവണ ജപിക്കുക. അത് ഒരുപാട് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ആദ്യം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുൻപേ നമ്മൾ 9 തവണ ഗായത്രി മന്ത്രം ചൊല്ലണമെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ലളിതാ സഹസ്രനാമത്തിൽ ഒരു ധ്യാന ശ്ലോകമുണ്ട്. ആ ധ്യാന ശ്ലോകം ആകെ 4 എണ്ണമാണുള്ളത്. സിന്ദൂരാരുണ വിഗ്രഹം എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ആ ശ്ലോകം ജപിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിങ്ങനെയാണ്: സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ഭേപ്രധീം സാമ്യാം രക്തകടസ്ഥരക്തചരണാം ധ്യായേത് പരമാംബികാം എന്ന ആ ധ്യാന ശ്ലോകമുണ്ടല്ലോ, അത് ജപിച്ചാൽ മതി. പിന്നെ ആ 4 ശ്ലോകങ്ങൾ ജപിക്കാം, അതല്ലെങ്കിൽ ഒരെണ്ണം ജപിച്ചാൽ മതി. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്കിപ്പോൾ നമുക്കൊരു തടസ്സം വരുവാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലിപ്പോൾ ആരെങ്കിലും വരികയാണ്. അപ്പോൾ നമുക്കപ്പോൾ അവരുടെ അടുത്ത് പോകാതിരിക്കാനോ അവരോട് സംസാരിക്കാതിരിക്കാനോ കഴിയില്ലല്ലേ.
നമുക്കവിടെ തടസ്സം വന്നു കഴിഞ്ഞു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് സമയം കൂടി ചൊല്ലാൻ സമയം കിട്ടിയാൽ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്ന് തുടങ്ങി ശിഞ്ചാനമണി മഞ്ജീര മണ്ഡിതശ്രീ പദാംബുജ എന്ന് പറയുന്ന ശ്ലോകം വരെ ജപിച്ച് നിർത്താൻ നോക്കുക. അത് കഴിഞ്ഞ് അവരോട് പോയി സംസാരിക്കുക. കാരണം ഈ പറഞ്ഞ ഈ ഭാഗങ്ങള് ദേവിയുടെ കേശാദിപാദ വർണ്ണനയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കേശം മുതൽ പദാംബുജം വരെയുള്ള ആ വർണ്ണനയാണ് അവിടെ ഉള്ളത്. അതുവരെ ചൊല്ലി തൽക്കാലം നമുക്കത് നിർത്താം. പിന്നെ അത് സുഹൃത്തുക്കളെല്ലാം പോയതിനു ശേഷം തിരികെ വന്നിട്ട് വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ആദ്യം മുതൽ തുടങ്ങണം. ആ നിർത്തിവെച്ച ഭാഗം മുതലല്ല, ആദ്യം മുതൽ വീണ്ടും തുടങ്ങണം. 9 തവണ ഗായത്രി ചൊല്ലിയിട്ട് വീണ്ടും തുടങ്ങുക. അത്രയും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലിയതിനു ശേഷവും 9 തവണ ഗായത്രി മന്ത്രം ജപിക്കേണ്ടതാണ്. അത് പറയുന്നതിനൊരു കാരണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്നോ, ഗായത്രി മന്ത്രം നമ്മുടെ ശരീരത്തിലെ പ്രാണോർജത്തിന്റെ ശക്തി നിലനിർത്തി തരുന്ന ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മന്ത്രമാണ്. സ്റ്റേബിൾ ആക്കി നിലനിർത്തി തരും. സഹസ്രനാമം ജപിക്കുന്നതിൽ ഏതെങ്കിലും ഒരു തെറ്റു പറ്റുകയോ വരികൾ അറിയാതെ മാറിപ്പോവുകയോ ഒക്കെ പറ്റാമല്ലോ. അത് സ്വാഭാവികമല്ലേ? ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ ഇടയ്ക്ക് വരും. ഇടയ്ക്ക് കോട്ടുവ ഇടാൻ തോന്നും, ഇടയ്ക്ക് ചുമ വരികയോ അല്ലെങ്കിൽ വരികൾ തന്നെ മാറിപ്പോവുകയോ ഒക്കെ സംഭവിക്കാം. അത് സ്വാഭാവികമാണത്. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുന്നത്. അവസാനം ജപിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. പിന്നെ അവസാനത്തെ ഗായത്രി 9 തവണ ജപിച്ചതിന് ശേഷം ഒരു നമസ്കാര ശ്ലോകമുണ്ട്. അത് ഞാനിവിടെ ചൊല്ലിത്തരാം. ആ ശ്ലോകം ഞാനിവിടെ ഒന്ന് ചൊല്ലാം. അതിതാണ്: ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാം ബുദ്ധിം ശ്രിയം ബലം ആയുഷ്യം മുക്തിയാരോഗ്യം ദേഹി മേ പരമേശ്വരി. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇതാണ്. ഭക്തിം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭക്തിയെ. ഭാഗ്യം, ഭാഗ്യത്തെ. യശ് എന്ന് പറഞ്ഞാൽ കീർത്തി, യശസ്, കീർത്തിയെ. ജ്ഞാതി എന്ന് പറഞ്ഞാൽ നല്ല ബന്ധുക്കളെ. വിദ്യാം എന്ന് പറഞ്ഞാൽ വിദ്യയെ. ബുദ്ധി, ബുദ്ധിയെ. ശ്രിയം എന്ന് പറഞ്ഞാലോ ഐശ്വര്യങ്ങളെ, സമൃദ്ധിയെ എന്നുള്ള അർത്ഥമാണ്. ബലം, ശരീരത്തിന്റെ ബലത്തെ. ആയുഷ്യം എന്ന് പറഞ്ഞാൽ പരാശ്രയം വരാത്ത ആയുസ്. പരാശ്രയത്തിന് ആവശ്യം വേണ്ടി വരില്ല. പരാശ്രയം വരാത്ത ആയുസ്, അതിനാണ് ആയുഷ്യം എന്ന് പറയുന്നത്. മുക്തി, അതായത് മോചനത്തെ, മോക്ഷം, മോചനത്തെയും മോക്ഷത്തെയും. അതുപോലെ ആരോഗ്യം, ആരോഗ്യത്തെ. ഇത്രയും കാര്യങ്ങൾ ദേഹി എന്ന് പറഞ്ഞാൽ തന്നാലും. മേ എന്ന് പറഞ്ഞാൽ എനിക്ക്. മേ എന്ന് പറഞ്ഞാൽ എനിക്ക്. ദേഹി മേ, എനിക്ക് തന്നാലും. ഹേ പരമേശ്വരി എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പലർക്കും തോന്നിയേക്കാം, നമ്മള് ദേവിയോടൊന്നും ചോദിക്കരുത്, എന്തിനാണ് ചോദിക്കുന്നത്, അത് മനസ്സറിഞ്ഞ് ദേവി നമുക്ക് തരുമല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ടാകും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷേ ചോദിക്കാതെ ഈശ്വരൻ നമുക്കൊന്നും തരില്ല. നമ്മുടെ മനസ്സെപ്പോഴും പരമ സ്വതന്ത്രമാണ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും ആ കർമ്മത്തിന്റെ ഫലം മാത്രമാണ് നമുക്ക് വന്നു ചേരുക. വേദത്തിൽ, അതായത് യജുർവേദത്തിലൊക്കെ രുദ്രം എന്നൊരു മന്ത്രമുണ്ട്. അതൊരു മന്ത്ര സമൂഹമാണ്. അതിന്റെ ചമകം എന്ന ഭാഗം മുഴുവന് നമ്മൾ ഓരോന്നും ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ വേദത്തിൽ അങ്ങനെ ചോദിക്കാമെന്ന് നിർദ്ദേശം ഉണ്ട്. അതുള്ളിടത്തോളം നമുക്ക് ഈ ശ്ലോകം ചൊല്ലാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ചൊല്ലുന്നുണ്ടെങ്കിൽ കേട്ടോ, ഞാൻ നിർബന്ധിക്കുന്നില്ല, നമുക്കിപ്പോൾ ആരെയും നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. നമസ്കാര ശ്ലോകം ചൊല്ലാൻ താല്പര്യമുള്ളവർക്ക് അത് ചൊല്ലാം, അല്ലാത്തവർക്ക് വേണ്ട. ചൊല്ലുന്നതാണ് എപ്പോഴും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ നമസ്കാര ശ്ലോകം ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിഞ്ഞ് തന്നെ ചൊല്ലുക. അർത്ഥമറിഞ്ഞ് ശ്ലോകം ചൊല്ലി നമസ്കരിക്കാൻ ശ്രമിക്കുക. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.